കൊടുക്കും. അദ്ദേഹം അത് കാറിലിട്ട് ഡ്രൈവറോട് വെച്ച് കൊടുക്കാൻ പറയും, ഗൺമാനോട്. അങ്ങനെ അവർ അത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല ബന്ധങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയും, സംഗീതത്തെക്കുറിച്ചൊക്കെ പറയും. ഇടയ്ക്ക് ഇങ്ങനെ സിനിമ ഈ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് സംസാരിക്കും. ഒരു നല്ല ബന്ധമായിരുന്നു എന്നോട്. ഞാൻ ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോഴും വനമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ എതിർചേരിയിലാണെങ്കിലും എന്നോട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല വനംവകുപ്പിൻ്റെ നടത്തിപ്പിൽ വലിയ യോജിപ്പായിരുന്നു. ആ ഒരു സ്നേഹം എന്നോടൊരു സഹകരിച്ചു പോകുന്നുണ്ട്. ചെയ്തതിൽ തെറ്റില്ല എന്ന നിലപാടുണ്ടായിരുന്നു അദ്ദേഹം. ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റില്ല എന്നുള്ള നിലപാട് പലപ്പോഴും അദ്ദേഹം എന്നോട് തന്നെ നിയമസഭയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ കാര്യങ്ങളൊക്കെ വളരെ ലഘുവായിട്ട് ചോദിക്കുന്നുള്ളൂ. പഴയകാല സിനിമകൾ, നാടകങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, നാടക ഗാനങ്ങളൊക്കെയാണ്. ശരി. നോക്കാം, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച കാര്യം തന്നെയാണ്. വി എസും ഗണേഷ് കുമാറും ഒക്കെ നേരിട്ട് നിന്ന് എതിർത്ത മേഖലകളുണ്ട്. പ്രത്യേകിച്ചും ഇടമലയാർ ഗ്രാഫൈറ്റ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സമയത്ത് ഇവർ തമ്മിലുണ്ടായ വാക്സര ബാലകൃഷ്ണപിള്ളയുമായിട്ടുണ്ടായ നിയമ പോരാട്ടത്തിൻ്റെ സമയത്ത് ഒക്കെ ഗണേഷ് കുമാറും വി എസും തമ്മിലുണ്ടായ വാക്സരങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഗണേഷ് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടില്ലേ? വി എസ് ചോദിക്കുമായിരുന്നു, സിനിമയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു, സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു. ഒരുപക്ഷെ മരിച്ചവരെക്കുറിച്ച് മോശം പറയരുത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ലോകനീതി അല്ല അത്. ആത്മാർത്ഥമായി തന്നെ ആളുകൾ സംസാരിക്കുന്ന കാര്യമാണ്. സേനാനിയായിരുന്നു, എല്ലാ യുദ്ധങ്ങളുടെയും മുൻനിരയിൽ നിന്നൊരു സേനാനിയാണ്. അതുകൊണ്ട് ആ സേനാനിയെ പറ്റി ഓർക്കുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമാണ്. ആ വേർപാടിൽ ആൾക്കാർക്ക് ആവേശത്തോടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നൊരു നേതാവിൻ്റെ വേർപാടെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നതാണ്. അത് ഇത്രയും ജനങ്ങളുടെ ഒരു പ്രവാഹം കാണുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാം. പൊതുജനങ്ങൾക്കും ഒരു ആവേശമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി രാഷ്ട്രീയം നോക്കിയിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ഒരാവേശമായിരുന്നു.